കച്ചേരിക്കുന്ന് നന്മ റെസിഡൻസ് അസോസിയേഷൻ വിവിധ മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിക്കുകയും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. മാവൂർ സബ് ഇൻസ്പെക്ടർ വി.കെ. ഹരിഹരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകുകയും ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്തു. ഷഹബാസ് വധക്കേസിലെ പ്രതികളെ ജാമ്യം പോലും കിട്ടിയിട്ടില്ല, കുറ്റപത്രം കൊടുത്തു ഇന്നലെ. അതിന്റെ പിറകിലും പ്രവർത്തിച്ചത് ഏതാനും തരി കഞ്ചാവുകളായിരുന്നു. അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയാൽ പോലും സമകാലീന ലോകത്ത് ഒരു ജോലി ലഭിക്കില്ല. കാരണം PSC പോലീസിനോട് ഒരു ചോദ്യം ചോദിക്കും, ഈ കക്ഷിക്ക് ജോലി കൊടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും കേസുണ്ടോ? പല ചോദ്യങ്ങളുണ്ട് കേട്ടോ, പല ചോദ്യങ്ങളുണ്ട് PSC ചോദിക്കുന്നത്. ഇയാൾക്ക് എന്താ, ഇയാളെ പേരിൽ എന്തെങ്കിലും ക്രൈം ഉണ്ടോ? ആണ്, പല ചോദ്യങ്ങളുണ്ട്. അത് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോ PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയാൽ പോലും നമ്മളൊരു കേസിൽ ഉൾപ്പെട്ടാൽ ആ കേസ് കഴിയുന്നവരെ അത് മരവിപ്പിക്കപ്പെടും. 2ാം റാങ്കുകാരന് ജോലി കൊടുക്കും. വിദേശത്ത് പോയിട്ട് ജോലി എടുക്കാന്ന് പറഞ്ഞാല് പാസ്പോർട്ട് ഓഫീസിൽ മാത്രം അപേക്ഷ കൊടുത്താല് പാസ്പോർട്ട് കിട്ടുമോ? ഇല്ല. പാസ്പോർട്ടിനും പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാണ്. സംസ്ഥാന കായികമേളയിൽ 3 വർഷം തുടർച്ചയായി മെഡൽ നേടിയ വേദവ്യാസ്, സ്പെഷ്യൽ ഒളിമ്പ്യാഡിൽ സംസ്ഥാന തലത്തിൽ സ്വർണം, വെള്ളി മെഡലുകൾ നേടിയ ഷിജിൻ എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നന്മ റെസിഡൻസ് പ്രസിഡന്റ് ദിലീപ് KP അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാമണി, KG പങ്കജാക്ഷൻ, മാവൂർ വിജയൻ, ഡോക്ടർ അമ്പിളി വ്യാസ്, കോഴിക്കോട് മേഖല PSC അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അലി PK, സുദേവ് കച്ചേരിക്കുന്ന്, ഗിരീഷ് P, ലത്തീഫ് പാലക്കോളിൽ, നവീൻ രോഹിത് V, ഗോപിനാഥൻ, OM നൌഷാദ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു. സെക്രട്ടറി വ്യാസ് P റാം സ്വാഗതവും ട്രഷറർ അഷ്റഫ് പള്ളിയാളി നന്ദിയും പറഞ്ഞു. ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.